ഹരേ കൃഷ്ണ. ഓം ശ്രീ മഹാദേവി നമ. ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ പരാപ്രത്യക്ഷിതി രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരി രൂപ ഭക്തമാനസഹംസിക എന്ന 81 ശ്ലോകം വരെയുള്ള അർത്ഥമാണ് പറഞ്ഞത്. ഇനി 82 ശ്ലോകമായ കാമേശ്വര പ്രാണനാഡി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസസമ്പൂർണ ജയാജാലന്ധരസ്ഥിത എന്ന ശ്ലോകത്തിലെ ആദ്യത്തെ നാമമായ കാമേശ്വര പ്രാണനാഡി, അതായത് ദേവിയുടെ 373 നാമമായ കാമേശ്വര പ്രാണനാഡി. കാമേശ്വരൻ എന്നാൽ പരമശിവനാണല്ലോ. അപ്പോൾ പരമേശ്വരൻ്റെ പ്രാണനാഡി എന്നാൽ ഹൃദയമിടിപ്പ്, ഹൃദയമിടിപ്പായ ദേവി. അതായത് കാമേശ്വരനായ പരമശിവൻ്റെ പ്രാണൻ തന്നെ ദേവിയാണ് എന്നാണ് ഈ നാമത്തിന് അർത്ഥം വരുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പോയാൽ ശരീരം ജഡമാകുമല്ലോ. അതുപോലെ ശിവൻ്റെ ചൈതന്യമായി നിലകൊള്ളുന്നത് ലളിതാംബികയാണ്. ശിവന് ശിവനായി നിലകൊള്ളാൻ ശക്തി നൽകുന്നത് ലളിതാംബിക ദേവിയാണ് എന്നർത്ഥം. നമ്മുടെ ശരീരത്തിൻ്റെ നിലനിൽപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ട നാഡിയാണ് പ്രാണനാഡി. ശിവനും ശക്തിയും വേർപിരിക്കാനാവാത്ത ഒന്നാണ്. കാമേശ്വരൻ്റെ ശ്വാസമായി, അതായത് പ്രാണനായി നിലകൊള്ളുന്നവളാണ് ജഗദംബിക ദേവി എന്നാണ് ഈ നാമത്തിലൂടെ പറയുന്നത്. ശിവനും ശക്തിയും രണ്ടല്ല ഒന്നാണെന്ന അദ്വൈത സത്യം ഇവിടെ കൂടുതൽ വ്യക്തമാക്കുന്നു. സൂര്യനും അതിൻ്റെ പ്രകാശവും പോലെ, അല്ലെങ്കിൽ തീയും അതിൻ്റെ ചൂടും പോലെ ശിവനും ദേവിയും വേർപിരിക്കാനാവാത്തവരാണ്. ഇനി ദേവിയുടെ അടുത്ത നാമം നോക്കാം. അതായത് ദേവിയുടെ 374 നാമമായ കൃതജ്ഞ. കൃതം എന്നാൽ ചെയ്തത് എന്നാണ് അർത്ഥം. ജ്ഞ എന്നാൽ അറിയപ്പെടുന്നവൾ. അതായത് ഭക്തർ തനിക്കു വേണ്ടി അർപ്പിക്കുന്ന വളരെ ചെറിയ കാര്യങ്ങൾ പോലും, അതൊരു പൂവോ ഒരു തുള്ളി ജലമോ നിശബ്ദമായ ഒരു പ്രാർത്ഥനയോ എന്തുമായിക്കൊള്ളട്ടെ, അത് അത്യന്തം വിലമതിപ്പോടെ സ്വീകരിക്കുകയും ഓർമ്മിച്ചു വെക്കുകയും ചെയ്യുന്നവളാണ് ദേവി. തനിക്ക് വേണ്ടി ചെയ്യുന്ന ചെറിയ കർമ്മത്തെ പോലും വലിയ കാര്യങ്ങളായി കണ്ട് ഭക്തനെ അനുഗ്രഹിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം. ഓരോ ജീവിയും ചെയ്യുന്ന പുണ്യകർമ്മങ്ങളെ കൃത്യമായി അറിഞ്ഞ് അതിന് തക്കതായ ഫലം നൽകുന്നവൾ. ദേവി നമ്മുടെ ഹൃദയസ്ഥിതി ആയതുകൊണ്ട് ചെയ്യുന്ന ഓരോ കർമ്മവും, അതായത് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ചിന്തകൾ പോലും അപ്പോൾ അറിയുന്നവളാണ് ദേവി. അതായത് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും, നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, നമ്മളത് മനസ്സിൽ വിചാരിച്ചതല്ലേ ഉള്ളൂ എന്ന്. എന്നാൽ ദേവി നമ്മുടെ ഹൃദയത്തിലല്ലേ വസിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഒരു ചെറിയ ചിന്ത പോലും ദേവി അപ്പോൾ അറിയുന്നു എന്നാണ് ഈ നാമത്തിലൂടെ പറയുന്നത്. അങ്ങനെ നമ്മുടെ ഹൃദയേശ്വരിയായ ദേവിയിൽ നിന്ന് നമുക്ക് ഒന്നും ഒളിച്ചു വെക്കാൻ കഴിയുകയില്ല. അതായത് ചെറിയ ചിന്തകളെ പോലും ദേവി അറിയുന്നു. ഒരു ഭക്തൻ തൻ്റെ ഹൃദയത്തെ ദേവിക്ക് നൽകുമ്പോൾ ദേവി അവിടെ വസിക്കുന്നു. പിന്നെ ഭക്തൻ്റെ ചിന്തകളും എല്ലാ കാര്യങ്ങളും
ദേവി അറിയുകയും അതിന് തക്കതായ പ്രതിഫലം നൽകുകയും ചെയ്യുന്നു എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഇനി ദേവിയുടെ 375 നാമമായ കാമപൂജിത, കാമദേവനാൽ പൂജിക്കപ്പെടുന്നവൾ. ഒരിക്കൽ ശിവകോപത്താൽ കാമദേവൻ ഭസ്മമായിപ്പോയ കഥ അറിയാമല്ലോ. അങ്ങനെ ഭസ്മമായിപ്പോയ കാമദേവന് പുനർജന്മം കൊടുത്തത് ദേവിയായിരുന്നു. അതുകൊണ്ട് കാമദേവൻ എപ്പോഴും ദേവിയെ പൂജിക്കുന്നു. മാത്രമല്ല, കാമം എന്നാൽ ആഗ്രഹം എന്നും അർത്ഥമുണ്ട്. ഭൗതികമോ ആത്മീയമോ ആയ ആഗ്രഹങ്ങൾ സഫലമാക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്മയെ പൂജിക്കുന്നു. ഭക്തരുടെ ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറ്റിക്കൊടുക്കുന്നവളാണ് അമ്മ. ഈ കാമപൂജിത എന്ന നാമത്തിൻ്റെ മറ്റൊരു തരത്തിലുള്ള അർത്ഥം നോക്കിയാൽ കാമേശ്വരനാൽ പൂജിക്കപ്പെടുന്നവൾ. അതായത് കാമേശ്വരൻ ഞങ്ങൾ പറഞ്ഞല്ലോ പരമശിവനാണെന്ന്. അങ്ങനെ കാമേശ്വരനാൽ പോലും പൂജിക്കപ്പെടുന്നവൾ, ദേവിയുടെ പ്രിയതമനും പരമശിവൻ്റെ മറ്റൊരു രൂപവുമായ കാമേശ്വരൻ തന്നെ ദേവിയെ ആരാധിക്കുന്നു എന്നും ഈ നാമത്തിൽ അർത്ഥം വരാം. ഇനി ദേവിയുടെ 376 നാമമായ ശൃംഗാരരസ സമ്പൂർണ. സകല രസങ്ങളിലും വെച്ച് പ്രധാനമായ ശൃംഗാരരസം അഥവാ പ്രേമരസം പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ അർത്ഥം. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആധാരമായ ആനന്ദവും സ്നേഹവും ദേവി തന്നെയാണ്. 9 രസങ്ങളിൽ വെച്ച് രസരാജൻ എന്ന് വിളിക്കപ്പെടുന്നത് ശൃംഗാരരസത്തെയാണ്. ഇവിടെ ശൃംഗാരം എന്നത് കേവലം ലൗകികമായ പ്രേമമല്ല, മറിച്ച് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആധാരമായ അനന്തമായ സ്നേഹവും ആനന്ദവുമാണ്. ആ രസം പരിപൂർണമായി നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. ഈ പ്രപഞ്ചം ഉണ്ടായത് ശിവശക്തിമാരുടെ ഐക്യത്തിൽ നിന്നാണ്. ആ സൃഷ്ടിക്ക് പ്രേരകമായ പ്രേമത്തിൻ്റെ ചൈതന്യം ലളിതാംബികയാണ്. അവൾ ഭക്തരിലേക്ക് ഈ പ്രേമരസത്തെ പ്രവഹിപ്പിക്കുന്നു. പ്രപഞ്ചത്തിലെ എല്ലാ ആൺ പെൺ വർഗങ്ങൾക്കിടയിലും സൃഷ്ടി നടത്താനുള്ള ഈ ഒരു രസം ഉണ്ടാക്കിക്കൊടുക്കുന്നതു തന്നെ ദേവിയാണ് എന്നാണ് ഈ നാമത്തിലൂടെ അർത്ഥമാക്കുന്നത്. ഇനി ദേവിയുടെ 377 നാമമായ ജയ. എല്ലായ്പ്പോഴും വിജയശ്രീ ലാളിതയായവൾ എന്നാണ് ജയ എന്ന നാമത്തിൻ്റെ അർത്ഥം. തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തിൻ്റെ പ്രതീകമാണ് ദേവി. മഹിഷാസുരൻ, ഭണ്ഡാസുരൻ തുടങ്ങിയ അസുരശക്തികളെ നിഗ്രഹിച്ച് പ്രപഞ്ചത്തിൽ ധർമ്മം പുനഃസ്ഥാപിച്ചവളാണ് ജയ. തൻ്റെ ഭക്തർക്ക് ജീവിതത്തിലെ തടസ്സങ്ങളെ അതിജീവിക്കാനും കർമ്മമണ്ഡലങ്ങളിൽ വിജയം കൈവരിക്കാനും ദേവി ശക്തി നൽകുന്നു. ഭക്തൻ്റെ ആന്തരിക ശത്രുക്കളായ കാമം, ക്രോധം, ലോഭം എന്നിവയെ ജയിക്കാൻ സഹായിക്കുന്നവളും അമ്മ തന്നെ. ജനന മരണങ്ങളാകുന്ന സംസാരചക്രത്തെ ജയിച്ചവൾ എന്നും പറയാം. കാലത്തെപ്പോലും ജയിച്ചു നിൽക്കുന്ന നിത്യമായ ചൈതന്യമാണ് ദേവി. കൂടാതെ അഷ്ടയോഗിനിമാരിൽ ഒരാളായ ജയയുടെ രൂപത്തിൽ ഉള്ളവൾ എന്നും വ്യാഖ്യാനമുണ്ട്. ഇനി ദേവിയുടെ 378 നാമമായ ജാലന്ധരസ്ഥിത. ജാലന്ധര പീഠത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി, അതായത് നമ്മുടെ ശരീരത്തിലെ വിശുദ്ധി ചക്രത്തെ, അതായത് തൊണ്ടയുടെ ഭാഗമാണ് യോഗശാസ്ത്രത്തിൽ ജാലന്ധര പീഠമായി കണക്കാക്കുന്നത്. ആ വിശുദ്ധി ചക്രത്തിൽ
നാദബ്രഹ്മസ്വരൂപിണിയായി സ്ഥിതി ചെയ്യുന്നവൾ അമ്മ. മാത്രമല്ല, ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിപീഠങ്ങളിൽ ഒന്നാണ് ജാലന്ധര പീഠം. ജാലന്ധര പീഠം എന്നത് സതീദേവിയുടെ ഇടതുസ്തനം വീണ സ്ഥലമാണ് എന്നാണ് പുരാണങ്ങളിൽ പറയുന്നത്. അതായത് ദക്ഷയാഗത്തിൽ ദേഹത്യാഗം ചെയ്ത സതീദേവിയെ ശിവഭഗവാൻ തോളിലേറ്റ് നടന്നപ്പോൾ ദേവിയുടെ ഇടതുസ്തനം ഈ ജാലന്ധര പീഠത്തിലാണ് വീണത്. അതായത് ഇന്നത്തെ പഞ്ചാബിലെ ജലന്ധറിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെയുള്ള പുണ്യസ്ഥലത്ത് വസിക്കുന്നവളായതുകൊണ്ട് അമ്മയ്ക്ക് ഒരു നാമം ജാലന്ധര സ്ഥിത. ഇനി 83-ാമത്തെ ശ്ലോകം. ഓഡ്യാണ പീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത. ഇതിലെ ആദ്യത്തെ നാമമായ ഓഢ്യാണ പീഠനിലയ, അതായത് 379-ാമത്തെ നാമം ഓഢ്യാണ പീഠനിലയ. ഓഢ്യാണ പീഠത്തിൽ രൗദ്രീ ദേവിയായി വർത്തിക്കുന്നവൾ. നമ്മുടെ ശരീരത്തിലെ ആജ്ഞാചക്രത്തെയാണ്, അതായത് പുരികക്കൊടികൾക്കിടയിൽ ഉള്ള സ്ഥാനം, അതാണ് യോഗശാസ്ത്രത്തിൽ ഓഢ്യാണ പീഠമായി കണക്കാക്കുന്നത്. യോഗികൾ ധ്യാനിക്കുമ്പോൾ മനസ്സിനെ കേന്ദ്രീകരിക്കുന്ന പ്രധാന ബിന്ദുവാണിത്. ഈ ഉന്നത കേന്ദ്രത്തിൽ പ്രകാശസ്വരൂപിണിയായി വസിക്കുന്നവൾ. കൂടാതെ ഭാരതത്തിലെ മറ്റൊരു വിശിഷ്ട ശക്തിപീഠമാണ് ഓഢ്യാണ പീഠനിലയം. സതീദേവിയുടെ നാഭിയുടെ ഭാഗം വീണ സ്ഥലമാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇനി ദേവിയുടെ 380-ാമത്തെ നാമമായ ബിന്ദുമണ്ഡലവാസിനി. ശ്രീചക്രത്തിൻ്റെ ഏറ്റവും മധ്യത്തിലുള്ള ചെറിയ ബിന്ദുവായ സർവാനന്ദമയ ചക്രം എന്ന ബിന്ദുമണ്ഡലത്തിൽ വസിക്കുന്നവൾ. 9 ചക്രങ്ങൾ ചേർന്നതാണ് ശ്രീചക്രം. അതിൽ ഒടുവിലത്തെയും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ മധ്യബിന്ദുവിൽ കാമേശ്വരനോടൊപ്പം ലളിതാംബിക കുടികൊള്ളുന്നു. ഒരു വൃത്തം വരയ്ക്കാൻ ഒരു കേന്ദ്രബിന്ദു വേണമല്ലോ. അതുപോലെ ഈ അനന്തമായ പ്രപഞ്ചമാകുന്ന വൃത്തത്തിൻ്റെ കേന്ദ്രമാണ് ദേവി. എല്ലാം അവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഒടുവിൽ അവിടെ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. യോഗശാസ്ത്രപരമായി തലച്ചോറിൻ്റെ മുകൾ ഭാഗത്തുള്ള സഹസ്രാര പത്മത്തിലെ ചന്ദ്രമണ്ഡല മധ്യത്തെയാണ് ബിന്ദുമണ്ഡലം എന്ന് വിളിക്കുന്നത്. കുണ്ടലിനി ശക്തി അവിടെ എത്തുമ്പോൾ ഭക്തന് പരമാനന്ദം ലഭിക്കുന്നു. ഇനി ദേവിയുടെ അടുത്ത നാമം, അതായത് 381-ാമത്തെ നാമമായ രഹോയാഗക്രമാരാധ്യ. രഹ എന്നാൽ രഹസ്യമായ അല്ലെങ്കിൽ ഏകാന്തമായ എന്നർത്ഥം. പുറമേ പുഷ്പങ്ങളും വിളക്കുകളുമൊക്കെ ഉപയോഗിച്ച് നമ്മൾ പൂജ നടത്താറുണ്ട്. എന്നാൽ സ്വന്തം മനസ്സിനുള്ളിൽ നടത്തുന്ന പൂജയെയാണ് രഹോയാഗം എന്ന് വിളിക്കുന്നത്. തൻ്റെ ശ്വാസത്തെയും ചിന്തകളെയും ബോധത്തെയും ദേവിക്ക് അർപ്പിക്കുന്ന ഈ യോഗാത്മകമായ ആരാധനാക്രമത്താൽ പ്രീതിയാകുന്നവളാണ് ദേവി. അതായത് നമ്മുടെ അഹങ്കാരത്തെയും ചിന്തകളെയും വികാരങ്ങളെയും അമ്മയുടെ പാദങ്ങളിൽ ഹോമിക്കുന്നതാണ് ഈ യാഗം. ഇത് മറ്റാരും കാണാതെ ഭക്തനും ദൈവവും തമ്മിലുള്ള സ്വകാര്യ സംഭാഷണമാണ്. നമ്മുടെ ഭക്തിയെ അഗ്നിയായും പ്രാണനെ ഹവിസ്സായും സങ്കല്പിച്ച് ഉള്ളിലിരുന്ന് നടത്തുന്ന ഈ ആരാധനയാണ് അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. ദേവിയുടെ അടുത്ത നാമമായ
രഹസ്തർപ്പണ തർപ്പിത. 382 നാമം. രഹ എന്നാൽ രഹസ്യം അല്ലെങ്കിൽ ഏകാന്തമാണെന്ന് പറഞ്ഞല്ലോ. ബാഹ്യമായ ആഡംബരങ്ങളില്ലാതെ ഭക്തൻ തൻ്റെ ഉള്ളിലെ ബോധമാകുന്ന അമൃതിനെ ദേവിക്കു സമർപ്പിക്കുന്നതാണ് ഈ രഹസ്യ തർപ്പണം. തന്ത്രശാസ്ത്രമനുസരിച്ച് കുണ്ഡലിനി ശക്തി സഹസ്രാര പത്മത്തിലെത്തി ചന്ദ്രമണ്ഡലത്തിൽ നിന്ന് അമൃത് വർഷിക്കുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദാനുഭൂതിയെയാണ് ഈ തർപ്പണം എന്ന് സൂചിപ്പിക്കുന്നത്. ഈ ആത്മീയമായ തൃപ്തിയിൽ ദേവി സന്തോഷിക്കുന്നു. മറ്റാരും കാണാതെ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ ഭക്തൻ അർപ്പിക്കുന്ന സ്നേഹമാകുന്ന തീർത്ഥത്താൽ സന്തോഷിക്കുന്നവൾ എന്നും ഈ നാമത്തെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഇന്ന് അർത്ഥം മനസ്സിലാക്കിയ നാമങ്ങൾ നമുക്കൊന്ന് ചൊല്ലി നോക്കാം. കാമേശ്വര പ്രാണനാഢി കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയാ ജാലന്ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണ തർപ്പിത. ഓം ശ്രീ മഹാദേവ്യൈ നമഃ. ഹരേ കൃഷ്ണ.